നമസ്കാരം. ഇഷ്ദർശൻ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ കേരകൃഷി ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സുവർണകാലത്തിലാണ്. കാരണം നാളികേരത്തിന് അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വളരെ കൂടുതൽ വിലയുള്ള സമയമാണ്. അതേസമയം തന്നെ കേരകൃഷിയുടെ ഉൽപ്പാദനക്ഷമത കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ കുറവാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആഗോളതാപനം പോലുള്ള പല പ്രശ്നങ്ങൾ, കേരകൃഷിയിലെ കീടങ്ങളുടെയും രോഗങ്ങളുടെയൊക്കെ ബാഹുല്യം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം ഇഷ്ദർശൻ ലൈവിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തെങ്ങ് കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളും അവയുടെ പ്രതിവിധിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് പ്രേക്ഷകരോട് സംവദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കായംകുളം CPCRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P. അനിതകുമാരിയാണ്. സ്വാഗതം. നമസ്കാരം. നമ്മുടെ കേരകൃഷിയെ സംബന്ധിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രോഗങ്ങളുടെയും കീടങ്ങളുടെയൊക്കെ നിലവാരം കൂടുതലാണോ മുൻവർഷങ്ങളെ അപേക്ഷിച്ച്? നമ്മൾ ശരാശരി ഒരു തോത് നോക്കുവാണെങ്കിൽ കീടങ്ങളുടെയൊക്കെ ഒരു തോത് കൂടുതലാണെന്ന് തന്നെ പറയാം. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ വിലയും നിലവാരം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് തെങ്ങിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും തെങ്ങിന് പരിപാലന മുറകൾ കൊടുക്കുന്ന കാര്യത്തിലും വളരെ വലിയൊരു ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. എനിക്കൊന്ന് ഇപ്പോൾ അതിന് വളരെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രോത്സാഹജനകമായ ഒരു പ്രതികരണമാണ്. ഈ ഉൽപാദനം കുറഞ്ഞു തന്നെയാണ് വില കൂടാനുള്ള ഒരു പ്രധാന കാരണം. അതും ഒരു കാരണം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ എല്ലാ പരിപാലന മുറകളും അനുവർത്തിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാർ തെങ്ങ് കൃഷിയിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളും കൂടെ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അത് ഈ പരിപാലന മുറകളും ശാസ്ത്രീയമായ അറിവുകളും സംയോജിപ്പിച്ച് നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അതിന്റെ ഒരു പ്രതിഫലം കിട്ടും, ഒരു ഫലപ്രാപ്തി അതെത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മൾ ഈ കേരകൃഷിയെ സംബന്ധിച്ച് കീടനിയന്ത്രണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറെ കൂടി പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള നിയന്ത്രണ രീതികൾ അനുവർത്തിക്കേണ്ട ഒരു കാലമല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എത്രമാത്രം നമുക്ക് പൊതുവായിട്ടൊരു പ്രസക്തി എത്രമാത്രമാണ്? ശരിക്കും നമ്മൾ ഈ പരിസ്ഥിതി സൗഹൃദമായ, അതായത് കൂടുതലും ജൈവ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കീടനിയന്ത്രണത്തെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തുകയും കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശുപാർശകൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ജൈവികമായ നിയന്ത്രണ ഉപാധികളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീടം, ലോകത്ത് തെങ്ങ് കൃഷിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു കീടമാണ് കറുത്ത ജെല്ലി. അപ്പോൾ ആ കറുത്ത ജെല്ലിയുടെ നിയന്ത്രണത്തിൽ നമുക്ക് ഒരു രാസകീടനാശിനികളും ഇപ്പം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വളരെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇടവ പഞ്ചായത്തിൽ നമ്മൾ കൂടാതെ ഇപ്പൊ ഒരു 6000-7000 ഹെക്ടറോളം തെങ്ങ് കൃഷിയുള്ള സ്ഥലങ്ങളിൽ അത് വളരെ വിജയകരമായിട്ട് നമ്മളിപ്പം ശരിക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കറുത്ത ജെല്ലി സാധാരണ മുട്ടയിടുന്നത് ചാണകക്കുഴികള്, കമ്പോസ്റ്റ് കൂനകള്, ജൈവവസ്തുക്കൾ അഴുകുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ ഈ തെങ്ങ് ദ്രവിച്ചു നിൽക്കുന്ന സ്ഥലങ്ങൾ, വെട്ടിയിട്ട തെങ്ങുകൾ ദ്രവിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ, ചകിരിച്ചോറ് കൂന കൂട്ടിയിരുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് ഈ കറുത്ത ജെല്ലി കൂടുതൽ മുട്ടയിടുന്നത്. അപ്പോൾ ഈ കറുത്ത ജെല്ലി മുട്ടയിട്ട് പെരുകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ മെറ്റാറൈസിയം അല്ലെങ്കിൽ ഗ്രീൻ മസ്കാഡൈൻ ഫംഗസ് എന്ന് പറയും, ഒരു പച്ച കുമിളാണ്, ഒരു പരാത കുമിളാണ്. ആ കുമിളിനെ നമുക്ക് ഈ ഇത് മുട്ടയിടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രയോഗിച്ചിട്ട് നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും. അത് വളരെ ലളിതമാണ്, ജൈവമാണ്. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഈ ഒരു കുമിൾ പ്രയോഗം ഇതിനകത്ത് നടത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ ചാണകക്കുഴിയിലോ അല്ലെങ്കിൽ ഇത് മുട്ടയിട്ട് പെരുകുന്ന സ്ഥലങ്ങളിലുള്ള കുണ്ടള പുഴുക്കളും ക്രമേണ ഇതിന്റെ ചെല്ലിയെ പോലും നശിപ്പിക്കാനുള്ള ഒരു ശേഷി ഈ പച്ചക്കുമിളിനുണ്ട്. അതിന്റെ ഉൽപാദനം എങ്ങനെയാണ്? വലിയ വാണിജ്യ തോതിൽ ചെയ്യേണ്ടതാണോ? അല്ല, അതിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ തന്നെ ഏറ്റവും ലളിതമായിട്ട് നമുക്കിതിനെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഒരു കവറ് 100 ഗ്രാമിന്റെ ഒരു കവർ മെറ്ററൈസിയം മതി നമുക്ക് ഒരു സാധാരണഗതിയിലുള്ള ഒരു പശുവും 2 കുട്ടികളോ അല്ലെങ്കിൽ 2 പശുക്കളോ ഉള്ള ഒരു ചാണകക്കുഴിയിൽ ഇത് നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ അതിന് വെറും 20 രൂപയാണ് വില ഇപ്പം വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ചെറിയ വനിതാ ഗ്രൂപ്പുകൾക്കും കർഷകർക്കൊക്കെ താല്പര്യമുള്ളവർക്കെല്ലാം ചെയ്യാം. അതിന്റെ പരിശീലനം ഞങ്ങൾ സൗജന്യമായിട്ട് നമ്മൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടവേലല്ല, ഇപ്പോൾ ഏകദേശം ഒരു 5-6 യൂണിറ്റുകൾ ഇതുപോലെ നമ്മുടെ വിവിധ പഞ്ചായത്തുകളിൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വർഷം 20 രൂപ മാത്രം മുടക്കി ഒരു വർഷം നമ്മളിത് ഈ ചാണകക്കുഴികളിലോ അല്ലെങ്കിൽ ഇത് പെറ്റുപെരുകുന്നിടങ്ങളിലോ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളം അതിന്റെ പ്രയോജനം കിട്ടുവാണ്. വളരെ ഫലപ്രദമാണ്. നമുക്കൊരു കോളിന് ശേഷം വീണ്ടും ഇതിലോട്ട് വരാം. ഹലോ. ഹലോ. നമസ്കാരം. ആരാണ്? രാധാകൃഷ്ണൻ വെള്ളൂർ. ചോദിച്ചോളൂ.
അത്ര ഞാൻ എനിക്ക് സമയം ചോദിക്കാനുള്ള എന്റെ തെങ്ങിന്റെ തേങ്ങ പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് അത് മൂട് ഉണങ്ങി താഴെ വീഴും. പകുതി മൂപ്പാകുമ്പോൾ ഉണങ്ങി താഴെ വീഴും. വെള്ളൂര് കൃഷിഭവനും കാണിച്ചിരുന്നു. അപ്പം അവര് പറഞ്ഞു പിന്നെ അതിന്റെ ചുവട്ടിലെ മണ്ണ് മാറ്റിയിട്ട് പച്ചില കുറച്ചിട്ടും ഇതാകാൻ പറഞ്ഞിരുന്നു. അല്ലെ തേങ്ങയുടെ ചോട് ഭാഗം അഴുകിയിട്ടാണോ ഇത്? ഇതിന്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ കുത്തും കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണ കാണാൻ പറ്റും. ഈ ചെറിയ നമ്മുടെ എന്തെങ്കിലും ഒരു മെഴുകു പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, മെഴുകു പോലെ പറ്റിയിട്ടില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് നമ്മുടെ നാട്ടിൽ ഗണപതി തന്നെയാന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ. ഏതാ കാക്കപ്പന് പോലെ? കാക്കപ്പന് പോലെ. അപ്പൊ അത് ശരിക്കും ഒരു കീടമാണ്. അതായത് ഈ നല്ല മൂപ്പത്താത്ത വെള്ളക്കയില് അതിന്റെ നീരൂറ്റി കുടിക്കുന്ന ഒരു പൂങ്കുല ചാഴി എന്ന് പറഞ്ഞൊരു ചാഴിയുണ്ട്. ആ ചാഴിയുടെ ആക്രമണം കൊണ്ടാണ് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത്. അത് എല്ലാ തേങ്ങയിലും ഉണ്ട്, ഒറ്റ പോലും കിട്ടില്ല. അപ്പൊ ഏത് ഭാഗത്താ ഇത്? തിരുവനന്തപുരം ജില്ലയിലാണോ? ഇത് പിന്നെ കോട്ടയം ജില്ല, വെള്ളൂര്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേനൽ മഴ 1-2 മഴ കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഈ പൂങ്കുലച്ചാഴി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമ്മൾ 5% വേപ്പെണ്ണ എമൽഷൻ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. വെള്ളക്കയില നമ്മൾ കൊലകളിൽ. അപ്പൊ നമ്മൾ ആദ്യം വിരിഞ്ഞ കൊലകളിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്യരുത്, അല്ലാതുള്ള കൊലകളിൽ നമ്മൾ സ്പ്രേ ചെയ്തു. ഞാൻ എന്നിട്ട് അത് വെള്ളക്ക ഉൾപ്പെടെ മൊത്തം വെട്ടിക്കളഞ്ഞു. അത് ഒരു ട്രിപ്പ് വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് മച്ചിങ്ങ പിടിച്ച് വരുന്നുണ്ട്. അത് കരിക്കായിട്ട് പോലും നമുക്ക് കിട്ടില്ല. കരിക്കുന്ന ഉപ്പായിട്ട് തന്നെ ഇത് കേടായി പോകും. അതിനു മുമ്പ് തന്നെ ഇത് കേടായി പോകും. അപ്പൊ നിങ്ങൾ ഈ 5% വേപ്പെണ്ണ എമൽഷൻ അതിനകത്ത് തളിച്ചാൽ മാത്രം മതി. വിളിച്ചതിന് നന്ദി. ഈ പൂങ്കുലച്ചാഴി സംബന്ധിച്ചൊരു കൂട്ടായിട്ടുള്ള ഒരു നിയന്ത്രണമല്ലേ കൂടുതൽ? അല്ല, പൂങ്കുലച്ചാഴി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൊമ്പൻ ജെല്ലിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും നമ്മൾ പഞ്ചായത്ത് ആകപ്പാടെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ കൂടിപ്പോയാൽ ഒരു 500 മുതൽ 700 ഈ പ്രജനന സ്ഥലങ്ങളാണ് നമ്മൾ ഈ പല പഞ്ചായത്തിലും ഇപ്പം നമ്മളൊരു കണക്കെടുത്തിട്ട് അതാണ് കാണുന്നത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ മിൽക്ക് സൊസൈറ്റികൾ, വനിതാ ഗ്രൂപ്പുകൾ, കേരകർഷക സംഘങ്ങൾ, അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു ക്യാമ്പയിൻ ആയിട്ട് തന്നെ ഈ പച്ചക്കുമ്പിള് പ്രദേശത്താകമാനം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരാഴ്ച കൊണ്ട് തന്നെ അതിന്റെ പോപ്പുലേഷൻ ശരിക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് നമ്മൾ കർഷകർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഈ കുമിള് പ്രയോഗിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം തന്നെ നമുക്ക് ഈ ചാണകക്കുഴികളിലെ ഈ കുണ്ടളപ്പുഴുക്കൾ ശരിക്കും ചത്തിരിക്കുന്ന കാണാൻ പറ്റും. അതായത് നമ്മൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഉറുമ്പുകൾ വരിയായിട്ട് അതിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അതായത് ആ പുഴുക്കൾ ഇങ്ങനെ ചാകുന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിന്റെ ഈ ചലനശേഷി നശിച്ചിട്ട് അതിരിക്കുമ്പോൾ ഉറുമ്പുകൾ അത് കഴിക്കാനായിട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ ഈ കൂട്ടായ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ ഒരു കീടത്തിന് മാത്രമല്ല, തെങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാ കീടങ്ങൾക്കും പ്രസക്തമാണ്. അതേസമയം ഈ കൊമ്പൻ ജെല്ലി പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായിട്ട് കേരളത്തിൽ ഇപ്പൊ ചെമ്പൻ ജെല്ലിയുടെ ആക്രമണമാണ്. തീർച്ചയായും അത് തന്നെ ഏതാണ്ട് അതിന്റെ അവസാനത്തെ ദശയിലായിരിക്കും പലപ്പോഴും കൃഷിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഈ ഫെറമോൺ കണികൾ അതൊക്കെ എത്രത്തോളം ഫലപ്രദമാണോ? ഈ ചെമ്പൻ ജെല്ലിയുടെ നിയന്ത്രണ കാര്യത്തിൽ ഇപ്പം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം ഒരു 2000 ഹെക്ടർ സ്ഥലത്ത്, ഒരു ഏകദേശം 5000 ഏക്കറോളം തെങ്ങ് കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഒരാൾ മാത്രമായിട്ട് ഈ ചെമ്പൻ ജെല്ലിയുടെ നിയന്ത്രണം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലപ്രദമായിട്ട് നമുക്ക് അത് ഫലപ്രാപ്തി നമുക്ക് കൈവരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 2, നമ്മൾ ഈ ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് മണ്ട മറിഞ്ഞതിന് ശേഷമാണ് ഒരു 80-85% ആൾക്കാരും തിരിച്ചറിയുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മളൊരു 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പ്രത്യേകിച്ചും തൈത്തെങ്ങുകളെ നമ്മൾ ശരിക്കും നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്കത് കാണാൻ പറ്റും. നമുക്ക് ഒരു കോളിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ആരാണ്? ഞാൻ കോഴിക്കോട് നിന്നാണ്. എന്റെ പേര് അഖിൽ. അഖിലോട് ചോദിക്കാം, സംസാരിച്ചോ. അഖിൽ പറയൂ. ഓക്കെ മാഡം, ഈ തെങ്ങിന്റെ കൂമ്പ് ചെയ്യലിനെ പറ്റി ചോദിക്കലാണ്. അതെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തെങ്ങ്, അതായത് ചെറിയ തെങ്ങിൻ തൈയാണ്, അപ്പൊ അത് വളരുന്നതിന് മുമ്പായിട്ട് അതിന്റെ കൂമ്പ് ചീഞ്ഞു പോവാണ് വീട്ടില്. ചെറിയ തൈകളാണ്. അത് കൂമ്പ് ചെയ്യലാണോ ഓല ചെയ്യലാണോ? അതായത് കൂമ്പില്ലേ, എന്താ പറയാ, പുതിയ എന്നൊക്കെ പറയില്ലേ, കംപ്ലീറ്റ് അങ്ങ് ചീഞ്ഞു പോകും. നാമ്പോല ചീഞ്ഞു പോകുന്നത്. നാമ്പോല ചീഞ്ഞു വരുന്നത് ഓല ചെയ്യലായിരിക്കും മിക്കവാറും. തൈകളിലല്ലേ? അപ്പൊ ഓല ചെയ്യലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അതിനൊരു രാസ കുമിൾനാശിനിയും ഉണ്ട്, അതിന് ജൈവ കുമിൾനാശിനിയും ഉണ്ട്. അപ്പൊ ജൈവ കുമിൾനാശിനിയാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കുമിൾനാശിനി ഉണ്ടല്ലോ, ഒരു ബാക്ടീരിയ ആണത്.
അത് 50 ഗ്രാം സ്യൂഡോമോണാസ് 1/2 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം നമുക്ക് ഈ നാമ്പോലയിലെ ചീഞ്ഞ ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ട് നാമ്പോലയിലേക്കും നാമ്പോലയുടെ കവിളിലും വരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ജൈവ കുമിൾനാശിനിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രോഗത്തിന്റെ ആരംഭ ദശയിൽ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേസമയം രോഗം തീവ്രമായതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാസകുമിൾനാശിനി ചെയ്യാം. അതിനിപ്പം നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഹെക്സാകൊണാസോൾ എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയാണ്. അത് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ഇതുപോലെ നാമ്പോലയുടെ ചീഞ്ഞ ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്ദി. ഈ നമ്മുടെ കേരകൃഷിയെ സംബന്ധിച്ച് നമ്മൾ അപ്രധാനമെന്ന് കരുതുന്ന ചില കീടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മീലിമുട്ട പോലുള്ളത് ഇപ്പൊ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം കാണുന്നുണ്ട് മീലിമുട്ടയിലേക്ക്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? അത് നമ്മളിപ്പോ ഒരു പൊതുവേ ഉള്ള ഒരു കീടങ്ങളുടെ ആക്രമണത്തിന്റെ ഒരു തോതും അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയും പരിശോധിച്ചു കഴിഞ്ഞാൽ തെങ്ങിൽ മാത്രമല്ല മറ്റ് വിളകളിലും നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ ആഗോളതാപനത്തിന്റെ ഒക്കെ ഒരു പ്രതികരണം കൂടെ ആയിരിക്കും. അപ്പൊ ഈ മീലിമൂട്ടകളുടെ ആക്രമണം വളരെ കൂടുന്നുണ്ട്. മീലിമൂട്ടകൾ സാധാരണയായിട്ട് നമ്മുടെ ആ നാമ്പോലയിലാണ് ഇങ്ങനെ കൂട്ടം ചേർന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം മീലിമൂട്ടയ്ക്ക് നമ്മളിപ്പം CTCRA പുറത്തിറക്കിയ നന്മ മേന്മ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ആ മേന്മ ശരിക്കും മരച്ചീനിയിൽ നിന്നുണ്ടാക്കുന്ന അത് മീലിമുട്ടയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് പല വിളകളെ ആക്രമിക്കുമ്പോൾ ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു നിയന്ത്രണം എത്രത്തോളം അത് ഇപ്പൊ തെങ്ങിൽ മാത്രമല്ലല്ലോ, പപ്പായ പോലെയുള്ള വിളകളെ വലിയ തോതിൽ ആക്രമിക്കുന്നു. പപ്പായയിലൊക്കെ നമുക്കിപ്പം ജൈവ മെത്തേഡ്സ് പ്രയോഗങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ തെങ്ങിന്റെ കാര്യത്തിൽ വളരെ വ്യാപകമായിട്ട് മീലിമുട്ടയുടെ ഇത് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ CTCRAയുടെ മേന്മ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഫലപ്രദമായിട്ടാണ് അതിപ്പം കണ്ടിരിക്കുന്നത്. ഇപ്പൊ വേനലില് നമ്മുടെ ഈ തീരദേശങ്ങളിലൊക്കെ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മൾ പരാത ജീവികളുടെ നിയന്ത്രണ രീതി അത് എത്രത്തോളം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്ന ഒരു ക്ലാസിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജൈവ നിയന്ത്രണ മാർഗമാണ് ഈ തെങ്ങോലപ്പുഴുവിന്റെ ജൈവ നിയന്ത്രണ രീതികൾ. അപ്പൊ ഈ കൂടുതലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിലാണ് കൂടുതലും ഈ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം കാണുന്നത്. അപ്പൊ അതിന് നമ്മൾക്ക് അതിനുള്ള പരാത ജീവികളുണ്ട്. അത് നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ ഗവേഷണ ഫലം തന്നെയാണ്. പക്ഷെ നമ്മുടെ കൃഷി വകുപ്പിന് പരാതങ്ങളെ സംവർദ്ധനം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും കർഷകർക്ക് ഈ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം കാണുവാണെങ്കിൽ, അപ്പൊ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം കൂടുതലും വേനൽക്കാലങ്ങളിലാണ് കണ്ടുവരുന്നത്. അതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും താഴത്തെ ഓലകളിൽ ആ ഹരിതകം കാർന്നു തിന്നും. എന്നിട്ട് ഈ പുഴുക്കൾ അവിടെ കൂടുകൾ ഉണ്ടാക്കിയിട്ട് പുഴുക്കൾ അതിനകത്ത് ഇത് ചെയ്യും. അപ്പൊ താഴത്തെ മുഴുവൻ ഓലകളും ഏകദേശം കരിഞ്ഞ പോലെ കാണപ്പെടും. അതിന് പരാതങ്ങളെ നമുക്ക് വിട്ടാൽ മാത്രം മതി. അതിന് പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനുള്ള സഹായം എപ്പോഴും ഉണ്ട്. CTCRA എന്നാണെങ്കിലും അതിനുള്ള എന്തെങ്കിലും പ്രായോഗികമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CTCRA എന്നാണെങ്കിലും അതിനുള്ള സംവിധാനമുണ്ട്. വളരെ ഫലപ്രദമാണ്. അത് വേറെ ഒരു കീടനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. തീരദേശത്ത് അതുപോലെ വേരുതീനിപ്പുഴുക്കളുടെ ആക്രമണം അധികരിച്ച് കാണുന്നുണ്ട്. അത് നമ്മൾ ഒരു പരിസ്ഥിതി സൗഹൃദമായ നിയന്ത്രണം സാധ്യമാണോ? വേരുതീനിപ്പുഴുക്കൾക്ക് നമ്മൾ വേപ്പും പിണ്ണാക്ക് നമുക്ക് ഇടാം, നമ്മൾ കിളച്ച് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ വേരുതീനിപ്പുഴുക്കളുടെ വണ്ടുകൾ ധാരാളമായിട്ട് പുറത്ത് വരും. അപ്പൊ അതിനെ നമുക്ക് പിടികൂടി നശിപ്പിക്കാൻ പറ്റും. ഈ വിളക്ക് കണി വെച്ച് കഴിഞ്ഞാലും ഈ വേരുതീനിപ്പുഴുക്കളുടെ ഇത് നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ വേരുതീനിപ്പുഴുക്കളുടെ ആക്രമണം കൂടുതലും ചെറിയ ചെറിയ പോക്കറ്റുകളിലാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. അല്ല വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം വേപ്പും പിണ്ണാക്ക് നമുക്ക് അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു പരിസ്ഥിതി സൗഹൃദ നിയന്ത്രണത്തിൽ ഫെറമോൺ കണികൾ ഇപ്പോൾ വലിയ തോതിൽ കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെമ്പഞ്ചെല്ലിക്കെതിരെയും പറ്റും. അത് നമ്മളൊരു ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെമ്പഞ്ചെല്ലിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയതാണ്. അപ്പൊ ചെമ്പഞ്ചെല്ലിയുടെ കാര്യത്തിൽ ഒന്ന്, ഇതിനെ എപ്പോഴും നമ്മൾ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ തെങ്ങുകളെ ശരിക്കും നമ്മൾ നിരീക്ഷിക്കണം. ചെമ്പഞ്ചെല്ലിയുടെ ആക്രമണം ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഇതിന്റെ ആക്രമണം നമുക്ക് തിരിച്ചറിയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് വളരെ വാസ്തവമാണ്. പക്ഷെ ഇതിന് 2-3 ലക്ഷണങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഒന്ന്, ഈ തെങ്ങുകളുടെ ഏറ്റവും അടിയിലത്തുള്ള ഓലമടലുകളുണ്ടല്ലോ, ഓലയുടെ കവിളി മടലിന്റെ അവിടെ ശരിക്കും ഒരു വിള്ളല് നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ആ ഭാഗത്ത് ഈ ചെമ്പഞ്ചെല്ലി എന്ന് മുട്ടയിട്ട് അത് സമർത്ഥനം ചെയ്തിട്ടുണ്ടാവും അവിടെ. അപ്പൊ അത് ആ ഒരു ഓല മഞ്ഞളിച്ച് വാടുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഗൗരീഗാത്രം തെങ്ങുകളിലാണെങ്കിൽ ശരിക്കും നാമ്പോല തന്നെ ചെറുതായിട്ട് വാടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ
ഇതിന്റെ ആക്രമണം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തെങ്ങിന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അതിന്റെ തടിയോട് നമ്മൾ ചെവി ചേർത്ത് പിടിച്ചാൽ ഒരു 10 സെക്കൻഡ് അത് കരളുന്ന ശബ്ദം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇതിന്റെ ആക്രമണത്തിന്റെ ഒരു ആരംഭ ദിശയിലാണ് ശരിക്കും നമ്മൾ ആ ഒരു കരളുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിന് നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ഒരു കാൾ ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ. ഹലോ. നമസ്കാരം. ആരാണ്? നമസ്കാരം. എന്റെ പേര് തിരുവനന്തപുരം ജില്ലയിലെ ജീവൻ. ജീവൻ ചോദിച്ചോളൂ. ജീവൻ പറയൂ. ഹലോ മേഡം. ഹലോ. ഞാൻ കുറച്ച് ഒരു 50 മൂട് തെങ്ങിന്റെ നട്ടാണ്. അതിങ്ങനെ 1 വർഷം 1.5 വർഷം ഇപ്പൊ ആയി. അതിന്റെ ഈ മേളിലത്തെ കുരുന്ത് ഉൾപ്പെടെ നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്ക് അതെന്തോ കാർന്ന് തിന്നിട്ട് അത് അവിടെ വെച്ച് മണ്ട വെച്ച് അങ്ങ് മറിഞ്ഞു കിടക്കുക. അങ്ങനെ ഒരു 15 ദിവസത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഒരു 5 മൂട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ മണ്ടയിൽ നിന്ന് കുരുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അത് അപ്പൊ ഇതിപ്പോ എത്ര മാസമായി തൈകൾ വെച്ചിട്ട്? ഇപ്പൊ വെച്ചിട്ട് 2 വർഷം ആകാൻ പോകുന്നു. അപ്പൊ ഈ നാമ്പോല പോയതിനു ശേഷം പിന്നെ വരുന്നുണ്ട്? നാമ്പോല പോയതിനു ശേഷം ചിലതിന്റെ വരുന്നുണ്ട്, ചിലത് അവിടെ വെച്ച് നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ സാധാരണ എന്തോ അതിന്റെ ഈ മടലിൽ എന്തോ കാർന്ന് തിന്നിട്ടുള്ളത് പോലെ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഒരു കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെയും ആക്രമണ ലക്ഷണങ്ങൾ പോലെയാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ നാമ്പോലയിലാണ് നമ്മുടെ ഈ കറുത്ത ചെല്ലി ആക്രമിക്കുന്നത്. അതെ അതെ. അപ്പൊ ആ നാമ്പോലയിലേക്ക് കറുത്ത ചെല്ലി തുരന്ന് കയറിയിട്ട് ശരിക്കും അത് ചവച്ചതിന്റെ നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അതിന്റെ നാമ്പോല ശരിക്കും ഒരു 2 വർഷം പ്രായമൊക്കെ ആണെങ്കിൽ അതിന്റെ നാമ്പോല തന്നെ ഒടിഞ്ഞ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതെ അതെ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അപ്പൊ അത് കറുത്ത ചെല്ലിയുടെ ആക്രമണമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അപ്പൊ കറുത്ത ചെല്ലിയുടെ അതിന് നമുക്ക് ഒരു മുൻവിധികളായിട്ട് നമുക്ക് പിന്നെ പ്രൊഫിലാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ നാമ്പോലയിലാണല്ലോ ഇത് കടിക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ള നാമ്പോലയുടെയും അതിന് തൊട്ട് താഴെയുള്ള 1-2 ഓലക്കവിളിലും നമുക്ക് പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തുല്യ അളവില് കല്ലുപ്പ്, ചാരം, ചരല് ഇത് 3 മിക്സ് ചെയ്തിട്ട് ഏകദേശം 250 ഗ്രാം നമുക്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിലത്തെ കവിളിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ്, ചാരം, ചരല് അത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ശുപാർശ അനുസരിച്ചുള്ള നമുക്ക് ഈ പാറ്റാഗുളിക ഉണ്ടല്ലോ, പാറ്റാഗുളിക ഒരു 3 എണ്ണം, അതായത് ഒരു 12 ഗ്രാം വരുന്ന വിധത്തിൽ ഒരു 3 എണ്ണം എടുത്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചരലിടുക, അതിന്റെ മേളിൽ പാറ്റാഗുളിക വെക്കുക, അതിന്റെ മേളിൽ കുറച്ച് ചരലും കൂടി ഇടുക. ഇതെല്ലാം നമുക്ക് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗുണമേന്മയുള്ള വേപ്പും പിണ്ണാക്കോ മരോട്ടി പിണ്ണാക്കോ ലഭ്യമാണെങ്കിൽ അതും നമുക്ക് 250 ഗ്രാം തുല്യ അളവ് മണലുമായിട്ട് ചേർത്തിട്ട് ഈ നാമ്പോലക്കവിളിൽ ഇട്ട് കൊടുക്കാം. ഏറ്റവും മേളിലത്തെ കുരുന്തിലാണ് ഇടേണ്ടത് അല്ലേ? കുരുന്നിന്റെ കവിളിലും തൊട്ട് താഴെയുള്ള 2-3 ഓലക്കവിളിലും ഇടണം. അപ്പൊ ഇത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ജനുവരി, മെയ്, സെപ്റ്റംബർ ഈ 3 മാസമാണ് ഇത് ചെയ്യേണ്ടത്. അതെ. ഇനിയിപ്പോ ഈ കുരുന്ന് ഇങ്ങനെ പോയിട്ട് പൊടിച്ചു വരുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി. അതിനകത്ത് എന്നുവെച്ചാൽ ഇനി അതിനൊരു ആക്രമണം വരാതെ നമ്മൾ അതിനെ സംരക്ഷിച്ചാൽ മാത്രം മതി. അത് പിന്നെ നമ്മൾ മണ്ട വൃത്തിയാക്കുക, അതൊക്കെ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറയുന്ന കാര്യങ്ങളാണ്, അതും കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ല, അത് മണ്ടെല്ലാം വൃത്തിയാക്കി പിന്നെ ഇതിന്റെ വേപ്പം മുന്നാക്ക് മാറ്റുള്ള എല്ലായിട്ട് ഈ തിയറി അനുസരിച്ചാണ് നട്ടതൊക്കെ. അപ്പൊ ഇത് ചെയ്താൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മുക്തി കിട്ടുന്നതാണ്. വിളിച്ചാൽ പൊതുവെ നമ്മൾ ഇപ്പോഴേ തെങ്ങില് നാളികേരം ഇവിടെ ആളെ കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടല്ലോ. ഇപ്പോൾ ആൾക്കാർ ഈ കുറിയ ഇനങ്ങൾക്ക് പുറകെ പോകുന്നുണ്ട്. പക്ഷെ കീടാക്രമണം അത് എത്രത്തോളം അതിനെ ബാധിക്കുന്നുണ്ട് കുറിയ ഇനങ്ങളെ? വളരെ ഒരു കാലികമായ ഒരു പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞത്. അതായത് തെങ്ങിനിപ്പം കൂടുതൽ ആൾക്കാരും കുറിയനം തെങ്ങുകൾ തന്നെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും ഡിമാൻഡ് കൂടുതലും കുറിയനം തെങ്ങുകൾക്കാണ്. പക്ഷെ കുറിയനം തെങ്ങുകൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ ഇതിനകത്ത് കീടാക്രമണത്തിന്റെ സാധ്യത ഉണ്ടെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ദോഷവശം എന്നുള്ളതിനേക്കാളും അതിനകത്തൊരു നന്മയുടെ വശമുള്ളത് ഇതിന് പൊക്കം കുറഞ്ഞതായതുകൊണ്ടും നമുക്കതിന് ശ്രദ്ധിക്കാനും മണ്ട വൃത്തിയാക്കാനും അതിന് കാലാകാലങ്ങളിൽ ശരിക്കും നമുക്ക് അതിന് ചെയ്യേണ്ട മുൻവിധികൾ ചെയ്യാനായിട്ടും കൂടെ നമുക്ക് സാധിക്കും. എന്നാലും ഒരു നിരന്തര ശ്രദ്ധയും കുറച്ചും കൂടെ ഒരു അറ്റൻഷനും ഈ കുറിയതങ്ങൾ നടുമ്പോൾ നമ്മൾ കീടാക്രമണങ്ങൾക്കെതിരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ മണ്ട വൃത്തിയാക്കി ഇതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും മണ്ട വൃത്തിയാക്കുകയും ഈ ഓലക്കവിളിൽ നമ്മൾ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ ഈ 3 മാസം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെമ്പൻ ജില്ലയുടെയും കൊമ്പൻ ജില്ലയുടെയും ആക്രമണത്തിൽ നിന്നും അകറ്റാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പം ഈ പണ്ടിങ്ങനെ എല്ലാ വെള്ളിയാഴ്ച തോറും തെങ്ങിന്റെ മണ്ടയിൽ ചാരം ഇടുക എന്ന് പറയും, അത് തെങ്ങിന് നല്ലതാണെന്ന്. സത്യം പറഞ്ഞാൽ അതിനകത്ത് ചാരം ഇടുന്നെന്നുള്ളതിനേക്കാൾ എല്ലാ ആഴ്ചയും നമ്മൾ തെങ്ങിന്റെ അടുത്ത് ചെല്ലുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആ നിരീക്ഷണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്കൊരു രോഗം വന്നാലും ഒരു രോഗത്തിന്റെ ആദ്യ ദശയിൽ തന്നെ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും. ഒരു കീടം ആക്രമിച്ചാലും ആദ്യ ദശയിൽ തന്നെ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അപ്പം തന്നെ നമുക്ക് അതിന്റെ ഒരു നടപടികളും സ്വീകരിക്കാൻ പറ്റും. അതുപോലെ വിളക്ക് കണികൾ അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? കീടനിയന്ത്രണം വിളക്ക് കണികളൊന്നും ഇപ്പം നമ്മൾ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല, ശുപാർശ ചെയ്യുന്നില്ല. അപ്പം ഈ ചെമ്പൻ ചെല്ലിയുടെയും കൊമ്പൻ ചെല്ലിയുടെയും കെണിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ കെണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഒരു സമൂഹം ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അവിടെ ഒറ്റയ്ക്കായിട്ട് 1-2 ആൾക്കാർ കെണികൾ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത ഒരു സ്ഥലത്തോട്ട് എന്നുവെച്ചാൽ കെണി നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ചെല്ലികളെ ആകർഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഘടകം നമ്മൾ മനസ്സിൽ ഓർത്താൽ തന്നെ നമുക്കിത് ഒരുമിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പലപ്പോഴും ഈ കെണികൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ അത് ആഴ്ചതോറും മാറ്റണം. എന്നുവെച്ചാൽ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മളത് പഴകുന്നതിന് മുമ്പേ അത് മാറ്റണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും നല്ലൊരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ കർഷകരുടെ കൂട്ടായ്മയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഈ കെണികൾ ചെയ്യുന്നതിനേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഇത് ആകർഷിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ടായതുകൊണ്ടാണ് അത് വരുന്നത്. പൊതുവെ CPSRI ഇതുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ, പ്രത്യേകിച്ച് ഒരു കീടാക്രമണം അല്ലെങ്കിൽ രോഗാക്രമണം ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ നിർത്തിയെടുക്കാനുള്ള സംവിധാനം എന്താണ്? കേര കർഷകർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും CPCR ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോണിലേക്ക് ധാരാളം കർഷകർ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലെങ്കിൽ ഒരു കീടത്തിന്റെ ഒരു രോഗത്തിന്റെ ആക്രമണത്തിന്റെ ഒരു ലക്ഷണം കാണുകയും അപ്പം തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് അയക്കാം. CPCRയുടെ ഇമെയിൽ ID ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും എപ്പോഴും കേര കർഷകർക്ക് ഞങ്ങളോട് പിന്നെ അവരുടെ പ്രതികരണങ്ങളും അവരുടെ സംശയങ്ങളും ഇത് ദൂരീകരിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് സമീപിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിനൊരു ഇതും കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ലഘുലേഖകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എഴുതിയാലും ആ ലഘുലേഖകൾ സൗജന്യമായിട്ട് തന്നെ കർഷകർക്ക് നൽകുന്നതായിരിക്കും. ഇന്നത്തെ സമയം ഏതാണ്ട് കഴിയാറായി. ഇന്നത്തെ അതിഥി ഡോക്ടർ P. അനിതകുമാരിയുടെ വിലാസം പറയാം. ഡോക്ടർ P. അനിതകുമാരി, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, CPCRI, കൃഷ്ണപുരം PO, കായംകുളം. മൊബൈൽ നമ്പർ 9387160570, 9387160570. ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കർഷകരുടെ സംശയം നടത്തിയതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചത്തേങ്ങ സംഭരണം 600 കൃഷിഭവനുകളിലേക്ക് വ്യാപിപ്പിക്കും. രോഗങ്ങൾക്ക് സ്ഥലപ്പേരും മൃഗപ്പേരും പാടില്ല. വിശദമായ വാർത്തകളിലേക്ക്. പച്ചത്തേങ്ങ സംഭരണം സംസ്ഥാനത്തെ 600 കൃഷിഭവനുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ ഇത് നടപ്പിലാക്കും. 3 വർഷം മുമ്പ് 100 കൃഷിഭവനുകൾ വഴി പച്ചത്തേങ്ങ സംഭരിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ 343 കൃഷിഭവനുകൾ വഴി തേങ്ങ സംഭരിക്കുന്നുണ്ട്. കൃഷിവകുപ്പും കേരഫെഡും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത്. രോഗങ്ങൾക്ക് സ്ഥലപ്പേരും മൃഗപ്പേരും വേണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. രോഗങ്ങൾക്ക് പന്നിപ്പനി, കുരങ്ങുപനി, സ്പാനിഷ് പനി, എംബോള തുടങ്ങിയ പേരുകൾ മാറുന്നു. രോഗങ്ങൾക്കും രോഗാണുക്കൾക്കും വ്യക്തികളുടെയോ പക്ഷിമൃഗാദികളുടെയോ സ്ഥലത്തിന്റെയോ നദികളുടെയോ ഒന്നും പേരിടരുതെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോൾ പ്രയോഗത്തിലിരിക്കുന്ന പേരുകൾക്ക് വിലക്ക് ബാധകമല്ല. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാരാർഹതയ്ക്ക് 50% കൃഷിനഷ്ടമെന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനെടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്ത ബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു.
കരമന ക്രോപ്പിംഗ് സിസ്റ്റം റിസർച്ച് സെന്ററിൽ 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 2, 3 തീയതികളിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലന സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേരെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446385248. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ജൂൺ 22 മുതൽ 24 വരെ പോത്തു വളർത്തൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-269-5869. സംസ്ഥാനത്ത് വിൽപ്പനയ്ക്കെത്തുന്ന പഴം പച്ചക്കറികളിലെ കീടനാശിനിയുടെ അളവ് പരിശോധിക്കാൻ 2 ലബോറട്ടറികൾ കൂടി സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി. സംസ്ഥാനത്തെ രണ്ടാമത്തേതും മലബാറിലെ ആദ്യത്തേതുമായ കീടനാശിനി പരിശോധന ലബോറട്ടറിക്ക് നീലേശ്വരം പടന്നക്കാട് കാർഷിക കോളേജിൽ തറക്കല്ലിട്ട ശേഷമാണ് കൃഷിമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,700 രൂപ, കോഴിക്കോട് 13,900 രൂപ, തൃശൂർ 12,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,630, കോഴിക്കോട് 8,850, കൊപ്ര തൃശൂർ 8,725. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, ഗാർബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,500, ബെസ്റ്റ് 23,500. മഞ്ഞൾ സേലം 8,600, ഈറോഡ് 8,900. അടയ്ക്ക 20,000-നും 21,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,750 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,700, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500, പിണ്ണാക്ക് റോട്ടറി 2,900. കുരുമുളക് അൺഗാർബിൾഡ് 60,000, ഗാർബിൾഡ് 63,000. ചുക്ക് മീഡിയം 21,500, ബെസ്റ്റ് 23,500. മഞ്ഞൾ നാടൻ 9,900, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 മുതൽ 270 രൂപ വരെ, തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400 മുതൽ 450 രൂപ വരെ. ജാതിപത്രി 600 മുതൽ 950 രൂപ വരെ, ഗ്രാമ്പു 820 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700. ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 10,300 രൂപ. കമ്പോള അവലോകനം. മധ്യ കേരളത്തിലെ ചെറുകിട കർഷകർ ഈസ്റ്റർ ആവശ്യങ്ങൾ മുൻനിർത്തി റബ്ബർ വിൽപ്പനയ്ക്കിറക്കി. ഓഫ് സീസണിലെ ചരക്ക് വരവ് കണ്ട് ഉത്തരേന്ത്യൻ വ്യവസായികൾ ഷീറ്റിൽ താൽപര്യം കാണിച്ചെങ്കിലും ഇത് വിലക്കയറ്റത്തിന് വഴിതെളിച്ചില്ല. അവധി വ്യാപാരത്തിലെ തളർച്ച മുൻനിർത്തി ടയർ കമ്പനികൾ രംഗത്ത് നിന്ന് വിട്ടുനിന്നു. സാമ്പത്തിക വർഷാന്ത്യമായതിനാൽ അന്തർ സംസ്ഥാന വ്യാപാരികൾ സുഗന്ധവ്യഞ്ജന വിപണികളിൽ നിന്ന് അകന്നു. ഹൈറേഞ്ച് കുരുമുളക് കിലോ 570 രൂപയിലാണ്. കയറ്റുമതി മേഖലയിൽ നിന്ന് കുരുമുളകിന് ആവശ്യക്കാരില്ല. അതേസമയം ചുക്ക് വ്യാപാര രംഗം ഉണർവിലാണ്. മികച്ച ഇനം ചുക്കിന് ആഭ്യന്തര ഡിമാൻഡ് നിലനിന്നു. മഞ്ഞൾ ജാതിക്ക വിലകൾ സ്റ്റഡി നിലവാരത്തിലാണ്. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 868 താഴ്ന്നു. ശരാശരി ഇനങ്ങൾ 745 രൂപയിലാണ്. മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. ഉത്സവവേളയിൽ കൊപ്രയും മികവ് കാണിക്കുമെന്ന നിഗമനത്തിലാണ് കാർഷിക മേഖല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6, 27.9. കൊച്ചി 32.4, 26.8. ആലപ്പുഴ 33, 27.1. പുനലൂർ 34.5, 24.5. തിരുവനന്തപുരം 33.3, 26. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.